നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. സ്തുതിയും പുകഴ്ചയുമേ. അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ കണ്ണുകൾ തുറന്ന് കൂപ്പുകരങ്ങളോടെ നമുക്ക് ഒന്ന് നോക്കാം. വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാനായി നമ്മെ അനുവദിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയുടെ ദിവ്യമായ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് ഇതാ നമ്മോടുകൂടെ. സ്വർഗവാസികളോടും മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും തിരുസഭയോടും ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ തമ്പുരാന്റെ തിരുമുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ മഹനീയമായ ഈ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നാളിതുവരെ ഞങ്ങളെ ഓരോരുത്തരെയും കരുണയോടെ പരിപാലിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, എല്ലാം അങ്ങയുടെ ദാനമാണല്ലോ. നീ തന്നതല്ലാതെ എന്താണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ നിമിഷം അങ്ങ് തന്നതാണല്ലോ. ഈശോയെ, അങ്ങയെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ ദിവ്യകാരുണ്യമേ, എപ്പോഴും ഞങ്ങളുടെ മേൽ കരുണ ചൊരിയുന്ന നല്ല ദൈവമേ, ഈ മഹാമാരിയുടെ കാലത്ത് സോളമൻ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 28, 29, 30 തിരുവചനങ്ങൾ. ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി, വിഷമഞ്ഞ്, വെട്ടുകിളി, കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റ് പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ, ഈ ആലയത്തിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും കേൾക്കണമേ. അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയമറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. ഓ ദിവ്യകാരുണ്യമേ, ഈ മഹാമാരിയിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളെ ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി അങ്ങയുടെ തിരുമുമ്പിൽ ഒരുമയോടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ
അവിടുത്തെ തിരുമുമ്പിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ അങ്ങ് ശ്രവിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയോട് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ വിശ്വാസത്തോടെ അങ്ങയെ വിളിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു.